കൂപ്സ്, തേർഡ് ക്രോസ് ലൈൻ, പൂവാരം. Three of you this side, three of you that side, two of you keep the gate. ചിലപ്പോ വെടിവെപ്പ് ഉണ്ടായേക്കാം. അപ്പൊ കമിഴ്ന്ന് കിടന്നാ മതി. All of you disperse. പോവാം. Everybody come back. Everybody come back. മുൻകൂർ ജാമ്യം വല്ല ഉണ്ടോടാ? ഉടനെ ഇല്ല. പിടിച്ചു കേറ്റന്റെ കൃഷ്ണകുട്ടി ജീപ്പില്. വണ്ടി എടുക്കണോ? നിക്ക് ഇനി ആർക്കൊക്കെയാ ഇടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇടിച്ചോ. ഇടിച്ച് ചതച്ചിട്ട് മതി ചോദ്യം ചെയ്യലൊക്കെ. ഇടിക്കടോ കൃഷ്ണൻകുട്ടി. ചോദ്യം ചെയ്യണോ സെബാസ്റ്റ്യ? മാറയുടെ പറയണം. എന്താ നിന്റെ ഉദ്ദേശം? അറിയില്ല. അറിയില്ല? നിനക്കറിയില്ല അല്ലേ? എവിടാണ് നിന്റെ വീട്? അറിയില്ലടോ. അടിയടോ. അറിയില്ല. എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. നിനക്കൊന്നും അറിയില്ല അല്ലേ? നാടും വീടും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒന്നും നിനക്കറിയില്ല അല്ലേ? ആ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണെന്നും നിനക്കറിയില്ല അല്ലേ? അറിയില്ല. നീ ആരാണെന്നാ നിന്റെ വിചാരം? മറ്റുള്ളവരെല്ലാം വിഡ്ഢികളാണ് നിനക്കല്ലേ? പറയടാ. അറിയില്ല. പറയടാ. അറിയില്ല. നിയമമെടുത്ത് നീ എന്തെല്ലാം കളി കളിച്ചാലും നിന്നെ കൊണ്ട് പറയിക്കേണ്ടതല്ല ഞാൻ പറയിപ്പിക്കും. പറയടാ. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. എന്റെ ജീവിതത്തെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ നിങ്ങളോട് പറയും? ശരി, നിനക്കറിയാവുന്ന പറയാവുന്ന ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞേ തീരൂ. നിനക്കെങ്ങനെ ഇത്ര പണമുണ്ടായി? വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? ഗാംബ്ലിംഗ്, ചൂതുകളി. ഓർമ്മ വെച്ച കാലം മുതൽ അതായിരുന്നു എന്റെ തൊഴിൽ. കണ്ടിന്യൂ. ആദ്യമൊക്കെ ചെറിയ ചെറിയ ചൂതാട്ടങ്ങൾ. പിന്നെ ഭാഗ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കാൻ ആൾക്കാരുണ്ടായി. ആൾക്കാർ എന്നെ എവിടേക്കോ കൊണ്ടുപോയി. കൽക്കട്ടയിൽ, മദ്രാസിൽ, ബോംബെയിൽ. പിന്നെ പിന്നെ എനിക്ക് തോന്നി, ഞാൻ എന്തിനാണ് എന്നെ മറ്റുള്ളവർക്ക് വിൽക്കുന്നതെന്ന്. സ്വന്തമായി ചെയ്യാൻ തുടങ്ങി. ലാസ് വേഗസിൽ, പാരീസിൽ, സിംഗപ്പൂരിൽ, ഫ്രാങ്ക്ഫർട്ടിൽ. തോൽവി ഞാൻ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. പണം വച്ചുള്ള ചൂതിന്റെ ലഹരി ഞാൻ മടുത്തു. ഇനിയുള്ള ചൂതാട്ടങ്ങളിൽ ജീവൻ പണയം വെച്ചാണ്. ആ ലഹരിയാണ് എനിക്കിഷ്ടം. നോക്ക്, ഈ മർദ്ദനങ്ങളുടെ ലഹരി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ സ്വയം പിടിതന്നത്. ഇവിടെയും ഞാൻ തോൽക്കില്ല. നാളെ നേരം വെളുക്കും മുമ്പ് ഞാൻ ഇവിടുന്ന് പോകും. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അറിഞ്ഞോ. വേറൊന്നും ഇനി അറിയണ്ട.
ഒരു റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കുക രമേശന്. കട്ടിലും മെത്തയും ഫാനും. ആരും ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞേക്ക്. പോയിക്കോളൂ. തീർച്ചയായും അയാളൊരു മാനസിക രോഗിയല്ല. എന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നിന്റെ അടിമയാണെന്നും തോന്നുന്നില്ല. പക്ഷേ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രവണത അയാൾ വളർന്നേക്കാനിടയുണ്ട്. എല്ലാം നശിപ്പിക്കാനുള്ള ഒരു മനസ്സ്. സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അപകടകാരിയായേക്കും. നിങ്ങൾക്ക് പോകാം. എനിക്ക് കമ്മീഷണറെ ഒന്ന് കാണണം. ഇരിക്കൂ. ഇന്നലെ ഇവിടെ വെച്ച് എന്റെ കയ്യിൽ നിന്നൊരു സാധനം നഷ്ടപ്പെട്ടു. ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെള്ളി മെഡൽ. അതായിരുന്നു എന്റെ ഭാഗ്യമുദ്ര. അത് കയ്യിലുള്ളപ്പോഴൊന്നും ഞാൻ തോറ്റിട്ടില്ല. അതെനിക്ക് തിരിച്ചു വേണം. തന്നാൽ പകരം എന്ത് വേണേലും സാറിന് തരാം. അന്വേഷിക്കാം. കിട്ടിയാൽ തിരിച്ചു തരും. സാർ, മെർലിൻ നഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവിതമുണ്ടാവില്ല. പിന്നെയുള്ളത് മരണമാണ്. അവിടേക്ക് ഞാൻ മെർലിനെയും കൊണ്ടുപോകും. ഞങ്ങളുടെ രണ്ടുപേരുടെയും മരണത്തിന് ഉത്തരവാദിയായ ആ തോമസ് ജേക്കബിനെ ഞാൻ കൊല്ലും. വിധിക്കപ്പെട്ടു പോയതാണത്. അതാർക്കും തടയാനാവില്ല. തോന്നുന്നു. കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്നിട്ട് പുല്ല് പോലെ ഇറങ്ങി പോകുന്നത് കണ്ടില്ലേ? സാരമില്ല. നമ്മൾ നിയമപാലകരെ പലപ്പോഴും തളർത്തുന്നത് നിയമം തന്നെയാണ്. അതിങ്ങെടുക്ക്. ഏത്? അത് തന്നെ, തന്റെ ഇൻവെസ്റ്റിഗേഷന്റെ തുമ്പ്. ഓ അത് സത്യത്തിൽ അത് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. രമേശനെ അപ്പക്കുട്ടൻ ഒന്ന് പിന്തുടരണം. അവൻ അറിയാതെ. അടുത്ത 4-5 ദിവസത്തെ അവന്റെ നീക്കങ്ങളെല്ലാം സശ്രദ്ധം വാച്ച് ചെയ്യണം. ശിക്ഷിക്കാനല്ല, രക്ഷിക്കാൻ. അതെന്താ അങ്ങനെ? സത്യത്തിനോടല്ലേ നമ്മൾ കൂറ് കാണിക്കേണ്ടത്? അവൻ പറയുന്ന ഓരോ വാക്കും പരിപൂർണ സത്യങ്ങളാണ്. പരിപൂർണ സത്യങ്ങൾ. ചെല്ല്. എവിടെടോ ജീപ്പ്? എടോ ജീപ്പ് എവിടെയെന്ന്? ഇപ്പൊ വരും സാർ. ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ പിള്ളേരെ വീട് വരെ ഒന്ന് വിടാൻ പോയതാ. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എവിടുത്തെ ഡിവൈഎസ്പി ആടോ? കലി പിടിച്ച എല്ലാത്തിനെയും ഞാൻ വാരി വലിച്ചിടിക്കും. പോയി കൊണ്ട് വാടോ ജീപ്പ്. ഇങ്ങോട്ട് ഇറങ്ങണം.
ഞാനും അടിക്കാൻ പോവാ. എനിക്കും അറിയാം അടിക്കാൻ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് എനിക്കടിക്കണം. ഇങ്ങോട്ട് എന്തോ ഇത് ഇവിടെ എനിക്കടിക്കണം. എടാ ഇങ്ങോട്ട് വാടാ. പഴയ ഫുട്ബോൾ പ്ലെയറാടാ ഞാൻ. ഇവനെ നിന്റെ നെക്ക് പനി. ഇനി ആരാ ഇവന് ഞാൻ വേറൊരു സ്റ്റൈല് കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. അയ്യോ കറി 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 കറി. അങ്ങോട്ട് വിട് രമേശ. ഇവനെ മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങ് വേണം. അവിടെ എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി അങ്ങ് പോവാന്ന് വെച്ചത്. അതുവഴി പോയാൽ എങ്ങനെ? എനിക്ക് ആ മതിൽ കയറാൻ പറ്റില്ലല്ലോ. വേണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ചുമ്മാ കളി തമാശ എടുക്കാതെ രമേശ. ഒന്നിറങ്ങി നേരെ ചൊവ്വയുള്ള വഴിയെ പോ. നീ അറിയാതെ ഞാൻ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. എന്നെ പിന്തുടരാനോ? കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? എന്ത് ശബ്ദം? മെതിയടി ശബ്ദം. മെതിയുടെ ശബ്ദമൊന്നും ഞാൻ കേൾക്കുന്നില്ലല്ലോ. ഞാൻ കേൾക്കുന്നുണ്ട്. മരണത്തിന്റെ മെതിയടി. അങ്ങോട്ട് പോവാ. വരുന്നോ? രമേശ, ഇനി നീ എന്നെ വെട്ടിച്ചു പോയാൽ സത്യമായിട്ടും ഈ ഉദ്യോഗം ഞാൻ വേണ്ടെന്ന് വെച്ച് കളയും. ആയിക്കോ. എനിക്കേ എളുപ്പം ചെന്നിട്ട് കാര്യമുണ്ട്. മരണത്തിന്റെ മെതിയടി. എന്താ പ്രശ്നം? ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ.